മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ബംഗളൂരുവിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദീർഘകാലം കലാകൗമുദി വാരികയുടെ പത്രാധിപരായിരുന്നു. 2012 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മാഗസിൻ ജേർണലിസത്തിന് പുതിയ മുഖം നൽകിയത് എസ് ജയചന്ദ്രൻ നായരാണ്. സെയ്ഫ് സൈൻലാബ്ദീൻ ചേരുന്നു. സെയ്ഫ്, അദ്ദേഹത്തെക്കുറിച്ച് മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. കുറച്ചു സമയം മുമ്പാണ് ധന്യ ജയചന്ദ്രൻ നായർ അന്തരിച്ചത്. ദീർഘകാല കലാകൗമുദി വാരികയുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം. ഇപ്പോൾ സമകാലിക മലയാളം വാരികയുടെ സ്ഥാപക പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എഴുത്തുകാരനാണ് അദ്ദേഹം. 85 വയസ്സായിരുന്നു. ഒട്ടേറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആത്മകഥയായ എന്റെ പ്രദക്ഷിണ വഴികൾക്ക് 2012 അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഷാജി കരുൺ സംവിധാനം ചെയ്ത് വലിയ പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങിയ പിറവി, സ്വം എന്നീ ചിത്രങ്ങളുടെ കഥ ജയചന്ദ്രൻ നായരുടേത് ആയിരുന്നു. ഈ ചിത്രങ്ങളുടെ നിർമ്മാണവും അദ്ദേഹമാണ് നിർവഹിച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായി കാണാൻ കഴിയുന്നത്. ആത്മകഥയ്ക്ക് പുറമെ അദ്ദേഹം വിവിധ കൃതികൾ രചിച്ചിട്ടുണ്ട്. മുഖപ്രസംഗങ്ങൾ സമാഹരിച്ചൊരു പുസ്തകം തന്നെ അദ്ദേഹം ആക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീവരാഹത്താണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് കൗമുദി ദിനപത്രത്തിലൂടെ പത്രപ്രവർത്തനം തുടങ്ങി. മലയാള രാജ്യം, കേരള ജനത, കേരള കൗമുദി എന്നീ പത്രങ്ങളിൽ പ്രവർത്തിച്ചു. 1975 കലാകൗമുദി വാരികയുടെ സഹപത്രാധിപരും തുടർന്ന് പത്രാധിപരും ആയത്. 97 അദ്ദേഹം ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ഗ്രൂപ്പിന്റെ സമകാലിക മലയാളം വാരിക തുടങ്ങിയപ്പോൾ പത്രാധിപരായി ചുമതലയേറ്റു. 2013 വരെ മലയാളം വാരികയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കെ ബാലകൃഷ്ണൻ സ്മാരക പുരസ്കാരം, KC സെബാസ്റ്റ്യൻ അവാർഡ്, അങ്ങനെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇന്ന് ബാംഗ്ലൂരിൽ തന്നെ സംസ്കാരം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തന്നെ സിനിമാ മേഖലയിലും അദ്ദേഹത്തിന്റെ സംഭാവനയുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. സിനിമ മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള നല്ല സിനിമകളുണ്ട്. സ്വം, പിറവി, അത് ഈ കേരളത്തിൽ മാത്രമല്ല, അത് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലൊക്കെ വലിയ പ്രശംസ ഏറ്റുവാങ്ങിയ സിനിമയാണ് പിറവി എന്നതും. അതുപോലെ തന്നെ സ്വം, അത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. പിറവിയാണ് കുറച്ചുകൂടി പുറം ലോകത്തേക്ക് എത്തി വലിയ ചർച്ചകൾക്ക് വിധേയമായ സിനിമ. ആ സിനിമയുടെ കഥ ഇദ്ദേഹത്തിന്റേതായിരുന്നു. ഇദ്ദേഹം തന്നെയാണ് ചിത്രം നിർമ്മിച്ചത്. അങ്ങനെ സിനിമാ രംഗത്ത് മാത്രമല്ല, സാഹിത്യ രംഗത്ത് അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഉണ്ടായിരുന്നു. പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകൾ നമുക്ക് കാണാനും കഴിയും. ഈ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട വിവരം എങ്ങനെയാണ്? നാട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നാണോ, ബാംഗ്ലൂർ തന്നെയാണോ? നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സംസ്കാരം ഇന്ന് രാത്രി തന്നെ ബാംഗ്ലൂരിൽ നടക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഭാര്യ സരസ്വതി അമ്മ, മകൾ ദീപ, മകൻ ജയദീപ് എന്നിവർ അവിടെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ശ്രീവരാഹത്താണ് വീട് എങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല എന്ന തീരുമാനമാണ് നിലവിൽ കുടുംബാംഗങ്ങൾ എടുത്തിരിക്കുന്നത്. കാരണം കുറെ കാലമായിട്ട് അദ്ദേഹം അവിടെ തന്നെയാണ് താമസമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവരില്ല, ഇന്ന് രാത്രി തന്നെ അവിടെ സംസ്കാരം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തന്നെ ശരി ശരി സേഫ്.